അപ്പൊ ഇന്ന ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞ് നടന്നിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ഇത്ര നാള് ഒരുമിച്ച് നടന്നിരുന്ന മതത്തിലുള്ള ആൾക്കാര് കല്യാണം. പക്ഷെ ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ഞാൻ ആക്സിഡന്റ് എടുത്തിട്ടു? നമ്മുടെ കേരളത്തില് നമ്മുടെ 3 മതങ്ങളും ഒത്തുചേരും. അതിപ്പോ ഒത്തുചേരുന്നത് പറഞ്ഞാലും അതില് അതിന്റെ ഇടയിൽ എന്താ പറയാ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ അതിൽ ഏറ്റവും അധികം വ്യത്യാസം വരുന്നത് കല്യാണം എന്ന് പറയുന്ന മതങ്ങള് തമ്മില് കല്യാണം, അത് അതിന്റെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഇത്ര നാള് ഒരുമിച്ച് നടന്നിരുന്ന മതത്തിലുള്ള ആൾക്കാര് കല്യാണം. അതായത് എന്താ പറയാ, ഇപ്പൊ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അതായത് നമ്മള് നോക്കേണ്ടത് മതസൗഹാർദ്ദം സൃഷ്ടിക്കാനാണ്, അല്ലാണ്ട് തമ്മിലടി ഇതാകാനില്ല. കല്യാണം കഴിക്കുമ്പോ ഇപ്പൊ വേറൊരു മതത്തിലുള്ള ഒരാൾ വേറൊരു മതത്തിൽ കല്യാണം കഴിക്കുമ്പോ മതസൗഹാർദ്ദം മെച്ചപ്പെടാൻ ചെയ്യേണ്ടത് ആ ബോധം വ്യക്തിയില്ല. കേരളം ഭയങ്കര ലിറ്ററസി എന്ന് പറയണ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ ഒന്നാമത് നോക്കണം. അതെ, മതം സൗഹൃദം അല്ലാതും ഉണ്ടെങ്കിലും ലാസ്റ്റ് നമ്മുടെ കൾച്ചറിൽ വന്നിട്ട് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു പൊരുത്തപ്പെടായ്മ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് നല്ല തല്ലൂട്ടാവും. അത് നമ്മളെ മതത്തിന്റെ പേരിൽ തല്ലൂടുന്ന വല്ലാത്ത കൂട്ടത്തിലാണ്. ഈ മതം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഡൈവേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും പല സംഭവങ്ങളാവാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചിട്ട് നമ്മൾ പല സംഭവങ്ങളായാലും നമ്മൾ എല്ലാവരും മനുഷ്യന്മാര് തന്നെയാണ്. ഇപ്പൊ ഇന്ന ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞ് നടന്നിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ഇല്ല. ഇപ്പൊ ഞാൻ പറയുന്നതിൽ ഏറ്റവും വല്ലാത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി നിൽക്കാം. ആക്സിഡന്റ് ഉണ്ടായിട്ട് ഒരാള് മരിച്ചു നിൽക്കാം, ഒരു കുട്ടി മരിച്ചു. അപ്പൊ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആരും ഒന്നും പറയില്ല, കുട്ടിയുടെ വിധി. പക്ഷെ ആള് രക്ഷപ്പെട്ടു നിൽക്കാം. രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ഞാൻ ആക്സിഡന്റ് വരുത്തിച്ചു? എന്തുകൊണ്ട് ആക്സിഡന്റ് വരുത്തിച്ചു? എന്റർടൈൻമെന്റ് ഭഗവാന്റെ അല്ലാണ്ട്